ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമാദരം നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, അതേപോലെ ബഹുമാനപ്പെട്ട മലക്കത്തങ്ങൾ ഉസ്താദ്, വക്കീൽ ഖത്തീബ് റഫീഖ് ഹസൻ ഉസ്താദ്, അതേപോലെ മംഗലപദൽ ഖത്തീബ് അസ്റഫ് സഖാഫ് ഉസ്താദ്, മറ്റുള്ള എല്ലാ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അൽഹംദുലില്ലാഹ്. സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗമല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ എല്ലാവരും എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നവരാണ്. അഥവാ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതേ അടുത്ത ഒക്കത്തൂർ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ആ സമയത്ത് മുതൽ പരസ്പരം കണ്ടുമുട്ടുന്ന കാണുന്ന നല്ലവരായ ഉപ്പമാരാണ്, ജ്യേഷ്ഠന്മാരാണ്, അനുജന്മാരാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എനിക്ക് വലിയ തൗഫീഖ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ നാട്ടുകാർ തന്നെ വല്ലാത്ത കൈപിടിച്ച് ഉയർത്തി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന എനിക്ക് വലിയ സന്തോഷം. ഈ നല്ലവരായ മുഅ്മിനീങ്ങൾ നമ്മൾ ചെറിയ ദർസ് തുടങ്ങിയപ്പോൾ, ഒരു വാടകയുടെ റൂമിൽ ദർസ് തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് 2.5 വർഷം ആ വാടക റൂമിൽ ദർസ് നടത്തി. എൻ്റെ സ്വന്തം ജമാഅത്തായ കൊടങ്കയിൽപ്പെട്ട ഒരാളാണ് എല്ലാ മാസവും അതിൻ്റെ വാടക കൊടുത്തിട്ടുള്ളത്. അതേപോലെ മുതഅല്ലിമീങ്ങളെ ഏറ്റെടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും നാം വിചാരിക്കാത്ത നിലക്ക് നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ നിലക്ക് ഇതിപ്പോ കാണുമ്പോൾ ആ നമ്മുടെ അവസ്ഥയിലേക്ക് വന്ന പലരും പറയാറുണ്ട്, ഉസ്താദ് ഒരിക്കൽ ഊർന്നു പോകുന്നു, ഒരിക്കെങ്കിലും ഇവിടെ നിന്ന് പോവാൻ, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു. ഇപ്പൊ സത്യത്തിൽ ഒരു ചെറിയ നിലക്ക് ഒരു സ്വർഗം നമുക്ക് കിട്ടി എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ എല്ലാവരും സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. പക്ഷെ ഇതിനു വേണ്ടി നിങ്ങളാകണമെങ്കിൽ ഇതിനു വേണ്ടി സഹായിച്ച എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഞാൻ പേര് പറയാൻ തുടങ്ങിയാൽ അത് അവസാനിക്കില്ല. അത്രത്തോളം മുഅ്മിനീങ്ങൾ ഈ മുതഅല്ലിമായ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യമായി ഞാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദാണ് ഫാൻ തന്നത്. അൽഹംദുലില്ലാഹ്. അവിടുത്തെ ആ ഫാൻ തന്നത് കൊണ്ട് അന്ന് മുതൽ തുടങ്ങി കിട്ടാൻ അൽഹംദുലില്ലാഹ് ഇപ്പോഴും ഒരാൾ ഫാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാ സഹകരണ വിശേഷ നമ്മുടെ മുതഅല്ലിമായ ദാവൂദുൽ ഹക്കീം ഹാഷിമിയുടെ ഉപ്പ ഫാറൂഖ് ജബലൻപൂർ, അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാവരും എന്നെ വല്ലാത്ത സ്നേഹിക്കുന്നവരാണ്, ദീനിനെ സ്നേഹിക്കുന്നവരാണ്, എനിക്ക് വല്ലാത്ത ധൈര്യം തന്നവരാണ്. വല്ലാത്ത ഉസ്താദ് നിങ്ങൾ തുടങ്ങി, എന്താ വല തുടങ്ങി. സത്യത്തിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഉപ്പാണെങ്കിൽ നമ്മുടെ കുടുംബമാണെങ്കിലോ ഒന്നും പണമില്ലാത്ത ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരാണ്. പക്ഷേ തുടങ്ങി ഉസ്താദ് നമുക്ക് ധൈര്യം തന്ന നല്ലവരായ മുഅ്മിനീങ്ങളുണ്ട്. ഈ വക്കത്തൂർ സംബന്ധിച്ച് നമ്മുടെ അസൈനൽ ഹാജി അങ്ങനെ പേര് പറയാൻ തുടങ്ങിയാൽ കുറെ ഉണ്ട്. നമുക്ക് ഈ വക്കത്തൂരിൽ വെച്ച് തന്നെ പലരും നമ്മുടെ അടുത്ത ജമാഅത്തായ കൊടങ്കെ മംഗലപദം എല്ലാവരും കൈപിടിച്ചു ഉയർത്തി. ഈ കാണുന്നതൊക്കെ അവരുടെ സഹായമാണ്. ഇതൊരിക്കലും മറക്കാൻ പറ്റൂല. ഇത് വെറുതെ ഒരു ജാക്കി വെക്കാൻ വേണ്ടി പറയല്ല. എല്ലാ പ്രാർത്ഥനയിലും ഉസ്താദിനോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങൾ ഉണ്ടാകും. ശിഷ്യന്മാരായ ഞങ്ങൾ ഉസ്താദ് പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കേൾക്കാറുണ്ട്. ഉസ്താദിനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഈ കാണുന്ന മുഅ്മിനീങ്ങൾ ഇവരെല്ലാവരും എന്നെ കൈപിടിച്ച് ഉയർത്തിയവരാണ്. ഒരു നിലനിലും ഒന്നിനും ഒരു യോഗ്യതയില്ലാത്ത ഈ ചെറിയ മുതഅല്ലിമായ ഞാൻ ഈ നിലക്കെങ്കിലും ദർസ് നടത്താൻ സൗകര്യം ആയിട്ടുണ്ടെങ്കിൽ, ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നല്ലവരായ മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. ഉസ്താദിന്റെ ദുആയിൽ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതും. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് സഹായിച്ച സർവ്വ മുഅ്മിനീങ്ങൾ ദർസ് തുടങ്ങിയത് മുതൽ പഠിക്കുന്ന സമയം മുതൽ സഹായിച്ച ആരെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ അല്ലാഹു അവരുടെ പേരും അറിയാം, അഡ്രസ് അറിയാം. നമ്മുടെ സ്ഥലം വലിയ നല്ലൊരു പൈസ ഉള്ള സ്ഥലമാണ്. ചെറിയ പൈസയൊക്കെ തന്നു മാത്രമല്ല ഒരു പ്രാവശ്യം പോലും എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. പൈസ കൊടുക്കാതെയാണ് ഉസ്താദ് കുറ്റി അടിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഫോൺ വിളിച്ച് ഉസ്താദ് പൈസ റെഡിയായിട്ട് ആവണ്ടേ. പക്ഷെ ഒരു പ്രാവശ്യം അയാൾ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഇവിടെ സ്ഥാപനം ഇരിക്കണം. അപ്പ തളർച്ച. കാരണം ചെറിയൊരു മുത്താലിമാണ് ഞാൻ. ഉസ്താദ് പൈസ കൊണ്ട് അതും 10, 15, 16
ഫ്ലാറ്റിന്റെ ഉസ്താദ് പൈസ കൊണ്ട് കേട്ട് ഞാൻ എപ്പോ പോയിട്ട് അവസാനം വരെ സത്യം പറയുന്നു, ഒരിക്കലും ഫോൺ വിളിച്ചിട്ട് പൈസ കേട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം ചോദിച്ചത് അതെന്തോ തമാശ രൂപത്തിൽ സമാധാനമായി. പത്രത്തോളം എനിക്ക് അവർ എല്ലാ നിലക്കും ഇവിടെ ഉണ്ട്. ഹസൈന ഹാജി, അതേപോലെ അന്തു ഹാജി പലപ്പോഴും മാസത്തിൽ എന്നെ ഫോൺ വിളിച്ച് എന്നോട് ചൂടാതെ എന്തെങ്കിലും നമ്മങ്ങനെ സാധനം എടുത്തോയിട്ടില്ല. മുത്താലിമീങ്ങൾക്ക് സാധനം എടുക്കാത്തതിന്റെ പേരിൽ ചൂടാണ്. സാധാരണ സാധനം എടുത്തതിന്റെ പേരിൽ ചൂടാവും. ഇത് സാധനം എടുക്കാത്തതിന്റെ പേരിൽ മാസം തരുന്നു. അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങളും ഇവിടെ റിക്ഷ അയാൾ അതന്നെ പണിയാണ്. മുത്താലിമീങ്ങളോട് വല്ലാത്ത സ്നേഹിച്ചു. എല്ലാം ഓരോരുത്തരും ടച്ചാക്കി തരുന്നു. സ്ഥാപനയിലേക്ക് കൊണ്ടുവരുന്നു. മുത്താലിമീങ്ങൾക്ക് സഹായം അവരെ കൊണ്ട് പറയുന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഈ സഹായം കൊണ്ടല്ലാതെ ഈ മുത്തഅല്ലിമായ എന്നെ കൊണ്ട് ഒന്നും സഹായമല്ല. നിങ്ങൾ ഇനിയും സഹകരിക്കണം. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് മുത്തഅല്ലിമീങ്ങൾ ഞങ്ങൾ ഇവിടെ നടക്കുന്ന എല്ലാ മജ്‌ലിസുകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അതേപോലെ ഉസ്താദിനോടും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വേണ്ടി ഉസ്താദും പലരും എന്നോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്ല് തന്നവർ, സിമന്റ് തന്നവർ, ഈ ഫാൻ തന്നവർ, എത്ര മുഅ്മിനീങ്ങൾ ഈ ഫാനിന് വേണ്ടി എന്റെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ഒരു 10 ആൾക്കാർ കൂടിയിട്ട് തന്നു. അല്ലാതെ കുറെ ആൾക്കാർ തന്നു. അങ്ങനെ ഫാൻ തന്നവരുണ്ട്. പലതും തന്നിട്ടാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അതേപോലെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഈ വക്കത്തൂർ SOS എന്നുള്ളത് ഞാൻ തുടക്കം മുതൽ തന്നെ നല്ലോണം ഗട്ടിപ്പിടിച്ചവരാണ്. അതേപോലെ മുസ്ലിം ജമാഅത്ത് തുടക്കം മുതൽ തന്നെ എന്നെ ഗട്ടിപ്പിടിച്ചു സഹായിച്ചു. ഇപ്പോഴും ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സാധനവും മറ്റിതൊക്കെ ഇവിടുത്തെ നമ്മളെ വക്കത്തൂർ SOS ഒക്കെ ഏറ്റെടുത്ത് അതൊന്നും പേടിക്കണം, അതൊക്കെ ഞങ്ങളാക്കാം. അൽഹംദുലില്ലാഹ് നല്ല ഭംഗിയായി അവർ അത് നിർവഹിച്ചു. ഇൻഷാ അല്ലാഹ് ഇനിയും ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ഹിഫ്ളുൽ കോളേജ് തുടങ്ങുന്നു. അവിടെ 18ഓളം മുതഅല്ലിമീങ്ങളെ പുതിയ അഡ്മിഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് മുമ്പ് ശരീഅത്ത് മാത്രമായിരുന്നു, ഇപ്പോ ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചവർക്ക് മുഴുവനും അല്ലാഹു സഹായിക്കട്ടെ. ഒരൊറ്റ സംഭവം ഉസ്താദിന് മുമ്പിൽ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട യഹ്യ എന്ന് പറയുന്ന രാജാവ് ഇബ്നു ഖലീഖാൻ വഫയാത്തുൽ അയാൻ വിശദീകരിച്ചല്ലോ. ബഹുമാനപ്പെട്ട യഹ്യ എന്ന് പറയുന്ന രാജാവിന്റെ സംഭവം, വഫാത്തായ സമയത്ത് അദ്ദേഹത്തെ സ്വപ്നം കാണുന്നത് സ്വർഗത്തിൽ ചിരിച്ചു കളിക്കുന്ന സമയം പോലെയാണ്. സ്വർഗത്തിൽ യഹ്യ രാജാവ് ചിരിച്ചു കളിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താ നിങ്ങൾ ഇത്ര സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമെന്ന്? ആ സമയത്ത് പറഞ്ഞു, ബഹുമാനപ്പെട്ട സുഫിയാൻ റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും എന്നിട്ട് ഉച്ച സമയത്തിന് ശേഷം അദ്ദേഹം കച്ചവടം ചെയ്യും. എന്തിന്? മുതഅല്ലിമീങ്ങൾ ഇദ്ദേഹത്തിന് ചെലവിന് വേണ്ടി. അത് കണ്ടപ്പോ രാജാവായി ഞാൻ പറഞ്ഞു, സുഫിയാൻ തങ്ങളെ നിങ്ങൾ ഇനി പണിക്ക് പോകണ്ട, നിങ്ങൾ ഇനി ദർസ് മാത്രം നടത്തിയാൽ മതി. അന്ന് മുതൽ ബഹുമാനപ്പെട്ട സുഫിയാൻ തങ്ങൾ ആ യഹ്യ രാജാവിനെ പ്രാർത്ഥിച്ചു, യഹ്യ രാജാവിന്റെ ദുനിയാവിന്റെ കാര്യം ഏറ്റെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഖിറത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ആ മുതഅല്ലിമീങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് യഹ്യ രാജാവിന് അത്ര വലിയ സ്വർഗം കിട്ടിയതെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹായിച്ച നിങ്ങൾ ആരും വെറുതാവൂല. എനിക്ക് ധൈര്യം തന്നവരുണ്ടല്ലോ, നിങ്ങൾക്ക് നാളെ ഖബറിലെത്തുമ്പോൾ മലക്കുകൾ ധൈര്യം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കിട്ടുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങൾ എല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഞാൻ ചില ആൾക്കാരുടെ പേര് പറഞ്ഞു, പക്ഷെ പേര് പറയാൻ തുടങ്ങിയാൽ ഉസ്താദിന് ഇപ്പോ സമയത്തില്ല, അതുകൊണ്ട് പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അൽഹംദുലില്ലാഹ് നാം ഇവിടെ ബോർവെൽ എടുത്തു. അതിപ്പോ ഉസ്താദ് കടമായിട്ടാണ് തന്നത്. ഉസ്താദ് ചിലപ്പോ എന്നാലും അത് ഈ ഉസ്താദിന്റെ പേരിൽ അത് കടമായിട്ടാണ് കൊടുക്കേണ്ടത്. ഏകദേശം 1,60,000 രൂപ കടം കൊടുക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കാം. ഉസ്താദിന്റെ വിശാലമായ ടാങ്കി ഉസ്താദ് തന്നെ തന്നു. ടാങ്കി ഒന്നും വേണ്ട, 2000 ടാങ്കി ഉസ്താദ് തന്നെ തന്നതാണ്. ഉസ്താദ് പിന്നെ എല്ലാ സമയത്തും ഉയർമ്പോ ഞാൻ അങ്ങോട്ട് കൊടുക്കലില്ല, പൊതുവെ അത് പേടിയാണ്. ഇപ്പോഴും അങ്ങോട്ട് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അതേ സമയത്ത് ഉസ്താദ് അന്ന് കല്യാണത്തിന് വന്ന് 5,000 വന്നു പോയി. പിന്നെ കുറ്റിയടിക്കുമ്പോ 2,000 തന്നു. പിന്നെ വന്നപ്പോ 25,000. ഇപ്പോഴും തിരിച്ചു തരാൻ
അല്ല, അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അങ്ങോട്ട് കൊടുക്കണം. സിറാജുൽ ഹുദയിലേക്ക് ഇൻഷാ അല്ലാഹ് കൊടുക്കണം. കാരണം ഉസ്താദിന്റെ സിറാജുൽ ഹുദയിൽ പഠിച്ച ചെറിയൊരു മുതഅല്ലിമാണ്. അൽഹംദുലില്ലാഹ് ഇതിപ്പോ അതിന്റെ ഒരു ചെറിയ ശാഖയായിട്ട് ആക്കാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ സമ്പൂർണ്ണ പൊരുത്തം അല്ലാഹു ഞങ്ങൾക്ക് നൽകട്ടെ. ദുനിയാവ് ആഖിറവും ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ഇൻഷാ അല്ലാഹ്. ഉസ്താദിന്റെ നമുക്ക് നല്ല നസീഹത്ത്